അങ്ങനെ ഗൈസ് നമ്മളൊരു സിം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. $10 6 days, I mean 1 weekന്. How come I don't see any communist leaders photo in the airport? No communist leaders photo in the airport. Why? ഇവ കോൺഗ്രസ് ആണെന്ന് തോന്നുന്നു ഗൈസ്. ഇവൻ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇവിടെയുണ്ട് ബൂർഷ്വാസികൾ. Those photos are only from major holidays. Okay. Are you communist? Are you convinced? No. അയ്യോ ഇംഗ്ലാസ് എന്താവാ ഇവ കമ്മ്യൂണിസ്റ്റ് ഇവ കോൺഗ്രസ് അല്ല. എനിക്ക് തെറ്റിപ്പോയത്. ഇവനെ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. ഇവ ട്രാൻസ്ലേറ്റർ ഇട്ടപ്പോൾ തെറ്റായി. In my country, I am SFI. SFI, DYFI. CPI. Hello. ഇവർ നമ്മുടെ പാർട്ടിക്കാർ. ഗൈസ് അങ്ങനെ നമ്മൾ ഈ ബീച്ചിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. രാവിലെ ഞാൻ ആക്ച്വലി ഇവിടെ ബീച്ച് ഭയങ്കര ആക്റ്റീവ് ആയിട്ട് ഒരു രക്ഷയില്ല. കണ്ടില്ലേ രാവിലെ ഇവിടെ ഫുൾ ആളാണ്. ഇവിടെ ആക്ച്വലി 6:30 ആയതേ ഉള്ളൂ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഇത്ര ആളുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് നമുക്ക് സൺറൈസൊക്കെ കാണാം. പക്ഷേ എനിക്ക് പറ്റിപ്പോയി എന്താണെന്ന് വെച്ചാൽ ഗൈസ് ഞാൻ ഷൂസൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങിയത്. ഇതിനകത്തുള്ള ഷൂസ് ഇട്ടുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഷൂസിൻ്റെ കാര്യത്തിന് ഏകദേശം തീരുമാനമാവും. പക്ഷേ ഇത് കണ്ടില്ല, ഇത് ബീച്ചൊക്കെ ഫുൾ ആക്റ്റീവാണ്. എനിക്ക് തോന്നുന്നു രാവിലെ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ഒന്ന് ഒതുങ്ങുമായിരിക്കും. കാരണം വെയിലാണ്, നല്ല ചൂടാണ്. നമ്മുടെ ബാങ്കോക്കിൻ്റെ ഒരു ഡബിൾ ചൂടാണ് ഒരു ഉച്ചയൊക്കെ. ഇപ്പോൾ നല്ല കാറ്റൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ജില്ലൊന്ന് നടന്നു നോക്കാം. ഇവിടെ ആക്ച്വലി ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ബാങ്കോക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പട്ടായയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫോറിനേഴ്സാണ് അവിടെ വന്ന് ഈ ബീച്ചിലൊക്കെ ഓടുകയും എക്സസൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇതിവിടുത്തെ ലോക്കൽസാണ് കൂടുതൽ. അപ്പോൾ പിന്നെ അത് തന്നെയല്ല, ഇവിടെ നമുക്ക് ഈ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ വേണമെങ്കിൽ നമുക്ക് ബൈക്ക് അതൊക്കെ തരാം. അതിനും വലിയ പൈസയൊന്നുമില്ല, എല്ലാം ചെറിയ പൈസയേ ഉള്ളൂ. ബാങ്കോക്കിനെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഫാർ അഫോർഡബിളുമാണ്, വേ ബെറ്ററുമാണ്. കണ്ടിട്ടില്ലേ ഇവിടെ എല്ലാം വൺ ഇതാണ് ഹെൽത്ത് ലൈക്ക് എക്സസൈസ് ആക്ടിവിറ്റീസൊക്കെ ഇവിടെ നടക്കുന്നത്. ഇതെല്ലാം ലോക്കൽസാണ് ഈ നിൽക്കുന്നതൊക്കെ. ആ പുള്ളിക്ക് നല്ല കുത്തിക്കഴപ്പുണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ലേ മണ്ണിനകത്തോടെ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങോട്ട് പോകാൻ ഇച്ചിരി ഇറക്കമായിട്ട് ഇറങ്ങിപ്പോകും. തിരിച്ചു പറഞ്ഞാൽ അവനെ പൊക്കി എടുത്തുകൊണ്ട് വരേണ്ടി വരും. നല്ല കടി തന്നെ. ഇവിടെ തന്നെ സുംബ പോലത്തെ എന്തോ പ്രാചീനമായ ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ അത്യാവശ്യം പ്രായമുള്ള അമ്മച്ചിമാരെ കേട്ടോ. എന്നാലും അവർ കണ്ടില്ലേ രാവിലെ ഇറങ്ങി ഫുൾ സെറ്റാണ്. ഇത് കുറച്ച് കഴിഞ്ഞാൽ നല്ല ആളാവും. ഇതും എനിക്ക് തോന്നുന്നു ഓരോ ഗ്രൂപ്പുണ്ട്. അവിടെ വേറൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ പല ആക്ടിവിറ്റീസാണ് ഇവിടെ. വേറെ തന്നെ ഒരു വൈബാണ്. ഇന്നലെ ആക്ച്വലി നമ്മൾ വന്ന് പിന്നെ വൈകിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങി. അതൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല ഗൈസ്. അതൊക്കെ ഞാൻ വിചാരിച്ചിട്ടൂടെ വിയറ്റ്നാം മൊത്തത്തിൽ ഒറ്റ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലേ കിട്ടിലും വ്യൂ വേറെ തന്നെ വൈബ്. ഗൈസ് നമ്മൾ നടന്ന് ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ആക്ച്വലി കുറച്ചുകൂടെ കഴിഞ്ഞ് നല്ല ആളായിരിക്കും. ഇതൊരു തുറന്നിട്ടില്ല, ചെറിയ 1-2 ഷോപ്സൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വെയിൽ വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വരാമെന്ന് വെച്ചു. കാരണം ചൂടായി കഴിഞ്ഞാൽ ഒരു 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ ചൂടാണ്. അപ്പോൾ നമുക്ക് ജില്ലൊന്നിനകത്തൊന്ന് കയറി നോക്കാം. 1-2 സുവനീഴ്സൊക്കെ മേടിക്കാനൊക്കെ വന്നു. തുറന്ന് വരുന്നത് ഇപ്പോൾ വരുന്നത് ഈ രാവിലെ ഇറങ്ങി ഇതൊക്കെ കാണുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ചൂട് വേറൊരു ലെവലിലോട്ടൊക്കെ പോകും. നമ്മൾ ഗൈസ് നടന്ന് ചോഹാൻ മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ വന്നു. ഇവിടെ ഒരു റിവർ സൈഡാണ്. ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് ഡ്രാഗൺ ബ്രിഡ്ജാണ്. ഡ്രാഗൺ ബ്രിഡ്ജിൽ എല്ലാ വീക്കെൻഡ് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഡ്രാഗൻ്റെ വായിന്ന് ഫയർ വരും. അതുപോലെ തന്നെ വെള്ളവും വരും. അപ്പോൾ അതൊരു ഇവിടുത്തെ ഒരു വലിയ സംഭവം. പക്ഷേ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി അത് മിസ്സായി. ബിക്കോസ് നമ്മളിവിടെ വന്നത് ഗൈസ് സൺഡേ നൈറ്റ് നമ്മൾ വന്നപ്പോഴത്തേനും അത് കഴിഞ്ഞു. പക്ഷേ ഇതാണ് ആ വ്യൂ. ഈ വ്യൂ ഒക്കെ കണ്ടിരിക്കാൻ പറ്റിയ റൂഫ് ടോപ്പ് ബാർസും കഫേസും ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ സൺറൈസ് ഗൈസ് വൈബ്. പിന്നെ നമുക്ക് ഇതിലുള്ള ചെറിയ നടപ്പൊക്കെ നടന്നിട്ട് മാർക്കറ്റിലോട്ട് കയറാം. മാർക്കറ്റ് അങ്ങോട്ട് ഓപ്പണായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് ആദ്യം കയറാൻ ഓരോരോ സെക്ഷൻസാണ് ഗൈസ്. ഇത് ഫുഡിൻ്റെയൊക്കെ സെക്ഷൻ. ഇതുകൊണ്ട് ഇവിടുത്തെ ലോക്കൽ ഫുഡ്. ഇതൊരു ഫുള്ള് ഡക്കാണ് ഗൈസ്. ഷ്രിമ്പ് 5. ഇത് കോഫിയാണ്. ഞാൻ വിചാരിച്ചു രാവിലെ ആളുകൾ വെച്ച് കള്ളടിക്കുവാണ്. അല്ല
കോഫി വെറുതെ അവർ തെറ്റിദ്ധരിച്ച്. ഇത് പോർക്കാണ് ഗൈസ്, ഫ്രഷ് പോർക്ക്. ഇത് മൊത്തം മീറ്റ് മാർക്കറ്റ്, ഇത് മൊത്തം ഫ്രൂട്ട്സ്, ഓരോ സെക്ഷനാണ്. ഇത് ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെ പല 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 പരിപാടികൾ. ഇത് ഇവിടുത്തെ എന്തോ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു സംഭവം. ഇത് ബീഫിൻ്റെ ഉണ്ട്, പോർക്കിൻ്റെ ഉണ്ട്. അത് നമുക്ക് വേണേൽ നാട്ടിൽ കൊണ്ടുപോകാം. അത് അഴുക്കാതിരിക്കത്തക്ക രീതിയിലൊക്കെ അവർ സെറ്റ് ചെയ്ത് തരും. ഈ സമയത്ത് വരുന്നത് ഇവിടെ ഏറ്റവും നല്ലത്. കുറച്ചുകൂടെ കഴിഞ്ഞ് ഭയങ്കര ക്രൗഡഡാണ്. ഇതൊക്കെ എന്താ അച്ചാറിനൊക്കെ ചെയ്യാമെന്ന് ഡൗട്ട്. അല്ല, ഇതൊക്കെ ഡ്രൈഡ് മാംഗോസും ഡ്രൈഡ് ഫ്രൂട്ട്സും. Yes, local coffee. Open it. I want the smell. Diễn sao vậy? ഇത് കിടുക്കുന്ന സാധനമാണ്. ഇത് ഞാൻ ആക്ച്വലി നാട്ടിൽ പോകുന്നുണ്ടെ കൊണ്ടുവരുന്ന ആകെ ഒരു സാധനം കോഫിയാണ്. പക്ഷേ ഇവരുടെ കോഫി വേറെ ലെവലാണ്. അതിൻ്റെയൊക്കെ മാസ്കി ബാപ്പാണിത്. ഷുഗർ ഇല്ലെന്നൊക്കെയാണ് കേസ് പറയുന്നത്. കഴിച്ചു നോക്കാം. നമ്മൾ ഈ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് ഷുഗർ ഇല്ല. പക്ഷേ ഇവരുടെ ഈ മാംഗോ ഭയങ്കര മധുരമാണ്. ഇവരുടെ എല്ലാ ഫ്രൂട്ട്സും നല്ല മധുരം, നല്ല ഫ്രൂട്ട്സാണ് കേട്ടോ. ജെല്ല് ഇവിടെ വെച്ച് തന്നെ നമ്മൾ തീറ്റിച്ച് കൊല്ലും. ഇതിനകത്ത് കുറേ ചാത്തൻ ടീഷർട്ട്സാണ്. ഹലോ, അഡിഡാസ്, നൈക്കി, ഏതാഴ്ച വേണേലും ഉണ്ട്. ഹൗ മച്ച്? 200,000. 2 ലക്ഷം രൂപ ടീഷർട്ടാണ് കേസ്. നമ്മളൊരു ഒത്തൻറ്റിക് വിയറ്റ്നാമി കോഫി കുടിക്കാൻ വേണ്ടി വന്നതാണ് കേസ്. ഇവരുടെ കോഫി ഭയങ്കര ഫേമസ്. നമ്മൾ കുറേ കോഫിയൊക്കെ കൊണ്ടുപോകാൻ മേടിച്ചിട്ടുണ്ട്. വേറെ തന്നെ ഒരു വലിയ ഇതൊരു സെറ്റപ്പൊക്കെ ഉള്ള ഒരു പഴയൊരു ഇതുപോലെ നല്ല ആംബിയൻസാണ്. മേളിലും ഒക്കെ ഉണ്ട്. സെറ്റാണ് കേസ്. അപ്പോൾ ഒരു കോഫി അടിക്കണം കേസ്. ഞങ്ങളൊരു ക്യാപ്പിച്ചിനോയും ഒരു ഐസ് കോഫിയും മേടിച്ചു. ഒരു രക്ഷയില്ല കേട്ടോ. ഇവരുടെ കോഫി വേറെ ലെവലാണ്. ഒരു രക്ഷയില്ല. ആ കോഫിയുടെ ഫ്ലേവർ ശരിക്കെടുത്തറിയാനുണ്ട്. കുറച്ച് കോഫി പൗഡറൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് കേസ്. വേണേൽ ഗിവ് അവേ ചെയ്യാം. നമ്മൾ മണി എക്സ്ചേഞ്ചാണ് കേസ്. ഇവിടുത്തെ കഴിവത് ഇവിടുന്ന് ക്യാഷ് നമ്മൾ ചേഞ്ച് ചെയ്യാതിരിക്കുക. എല്ലാം കാർഡിൽ തന്നെ ചെയ്യുക. കാരണം മില്യൻസിൻ്റെ കളികളാണ്. 200 അങ്ങോട്ട് കൊടുത്തപ്പോഴത്തേനും 1 മില്യൺ, 2 മില്യൺ, 3 മില്യൺ. എൻ്റെ മോനെ എണ്ണി ഊപ്പാട് വെച്ച് മില്യൻസിൻ്റെ കളി. $200 കൊണ്ട് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഏകദേശം $4 മില്യൺ നമ്മുടെ കൈ കിട്ടി. ഐ മീൻ ഇവിടുത്തെ പൈസ. നമ്മൾ പിന്നെയും കറങ്ങി അടിച്ച് ഈ മാർക്കറ്റിൽ തന്നെ വന്ന കേസ്. കുറച്ച് പെർച്ചേസ് കൂടെ ഉണ്ട്. ക്രോക്സിൻ്റെ ഒക്കെ ഇത് കോപ്പിയാണ്. ഒറിജിനലിന് വെല്ലുന്ന ക്വാളിറ്റിയാണ്. എന്ത് സാധനം കണ്ടാലും അവർ പറയുന്ന വിലയുടെ പകുതിക്ക് താഴെ പിടിച്ചോണം. ആ പറയുന്ന വിലയ്ക്ക് ഒരിക്കലും മേടിക്കരുത്. ഇത് ആക്ച്വലി ഇവിടെ വന്നിട്ടുള്ളവർ എന്നോട് പറഞ്ഞു തന്ന ടിപ്പാണ്. അവർ ചിലപ്പോൾ നമുക്ക് 2 തെറിയൊക്കെ കേട്ടോന്നിരിക്കും. എന്നാലും വേണ്ടില്ല, ഡിസ്കൗണ്ട് സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ 10 തെറിയൊക്കെ കേൾക്കേണ്ടി വരും കേസ്. അപ്പോൾ ഞാൻ കുറച്ച് ടീഷർട്ട് ഇറക്കുക. ഇനിയിപ്പോൾ കാനഡ ചാത്തൻ്റെ കളിയായിരിക്കും കേസ്. അങ്ങനെ നമ്മൾ റൂമിലൊക്കെ പോയി ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും അങ്ങ് ഫുൾ ഔട്ടായി കേസ്. എന്നാലും നമ്മൾ വെളിയിലൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും പകുതിയൊന്നും വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി നമ്മൾ വെളിയിലോട്ട് വന്നത് നൈറ്റ് മാർക്കറ്റ് കാണാൻ വേണ്ടിയാണ്. സൊൺട്ര എന്ന് പറയുന്ന നൈറ്റ് മാർക്കറ്റ്. ഇത് നമ്മുടെ ഇവിടെ ഒരു വേറെ തന്നെ ഒരു വൈബാന്നൊക്കെയാണ് കേട്ടത്. പിന്നെ ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് വലിയ വൈബ് കുറവായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടെ ഫുള്ളി ഹാപ്പനിങ് ആണ് കേസ്. വന്ന് കയറുമ്പോൾ തന്നെ ഇവരുടെ ഫ്രൂട്ട്സ്, മാംഗോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് മാംഗോ. ഹലോ, നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കാം. ഇപ്പോൾ ഷുഗർ കെയിന്, കോക്കനട്ട്, സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു കമ്പനിയെ ഷെയറിനാണ് കേസ്. പിന്നെ എവിടെ നോക്കിയാലും ബിയർ കോമൺ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, സുവനീർ മേടിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. നമ്മൾ ആക്ച്വലി ഫ്രിഡ്ജ് മാഗ്നറ്റാണ് നമ്മുടെ മെയിൻ സുവനീർ.
പിന്നെ സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു കളികളാണ് വേറെ തന്നെ പോയി. കോക്കനട്ട് വേറെ അടിപൊളിയായിട്ട്. Two lobster and 400,000. Oh, And ഭയങ്കര wait for ലാഭമാണ്. you. 1, 2, 3, 4, 5, 6, and two lobster including just 400,000 total. 400? Yeah, two lobster and 1, 2, 3, 4, 5, 6 free. എന്ത് സാധനവും നമ്മൾ ആദ്യത്തെ കടയിൽ നോക്കുന്ന വിലയായിരിക്കത്തില്ല അപ്പുറത്തെ കടയിൽ നോക്കണം. അപ്പം എല്ലാം ഒന്ന് വില ഒന്ന് കമ്പയർ ചെയ്ത് സാധനം മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ പകുതിക്ക് വെച്ച് പിടിക്കുക, ചിലപ്പോൾ നല്ല തെറിയും കേൾക്കും. അതിനൊക്കെ റെഡിയായിട്ട് വേണം കേസ് ബാർഗെയിൻ ചെയ്യാൻ ഇറങ്ങാൻ, അല്ലെന്നുണ്ടെങ്കിൽ പണി വാലും വെള്ളത്തിൽ കിട്ടും. പിന്നെ ഇവരുടെ സ്നാക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത ഐറ്റംസ് ഒന്നുമില്ല കേട്ടോ. വിയറ്റ്നാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഫി ഭയങ്കര ഫേമസ് ആണ് കേസ്. ഇവിടെ രാവിലെ നമ്മൾ കൂടെ കോഫിയൊക്കെ മേടിച്ചു നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി. ഇത് മാത്രമേ സെല്ല് ചെയ്യുന്നുള്ളൂ, അവിടെ ഭയങ്കര തിരക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഫുഡടി കഴിഞ്ഞ് കേസ്. ഇനി നമുക്ക് നമ്മുടെ മുതലക്കുട്ടന്മാരെയാണ് കണ്ടുപിടിക്കേണ്ടത്. എവിടെ മുതലക്കുട്ടന്മാരെവിടെ? താങ്ക് യു. ഫൈനലി കിട്ടി കേസ്. സ്കോർപ്പിയോൺ, ക്രോക്കഡൈൽ, ഏത് ഐറ്റം വേണേലും ഉണ്ട്. സ്കോർപ്പിയോ അടിക്കുന്നു. You one crocodile and free one baguette and put inside for you. How much for this? This one will make us long for one. It's good? Yeah, it's star protein. Is it protein? Yeah, and the back A. No back pain. And this is protein too, right? ഇവർ പറയുന്നത് സ്കോർപ്പിയോൺ പ്രോട്ടീനാണ്, കത്തിക്കാനാണ് പറയുന്നത്. 1,00,000 യെന്നാണ്. Inside for you, up to you. ആ ചേച്ചി അത് സ്പൈസി സോസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേസ്, കത്തിച്ചിട്ടുണ്ട്. Spicy sauce. സ്പൈസി സോസ്. Satay. നമ്മുടെ എന്ത് സ്കോർപ്പിയോൺ എന്താ മലയാളത്തിൽ പറഞ്ഞു? പഴുതാര്. അങ്ങനെ കേസ് ഞാനൊരു സ്കോർപ്പിയോൺ പറഞ്ഞിട്ടുണ്ട്. സ്കോർപ്പിയോണും മുതലേ നേരത്തെ കഴിച്ചിട്ടുണ്ട്. സ്കോർപ്പിയോൺ ആദ്യമായിട്ടാണ്. പ്രോട്ടീനൊക്കെയാന്ന് പറഞ്ഞപ്പോൾ ഒരു വല്ലാത്തത്. കുഴപ്പമില്ല കേസ്, ഹെൽത്തി ആയിരിക്കും. കഴിച്ചിട്ടൊരു വിഷയം ഉണ്ടെങ്കിൽ അന്നേരം പറയാം. താങ്ക് യു. അങ്ങനെ നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട് കേസ്. അതെ, സ്കോർപ്പിയോണും മുതല സാൻഡ്വിച്ച്. അപ്പൊ കത്തിക്കുക. ആദ്യം സ്കോർപ്പിയോൺ കഴിക്കാമല്ലേ കുറച്ച്. ഒന്നുമില്ല, ഈ സാധനം അതിൻ്റെ നോക്കാതിരിക്കുക. പക്ഷെ ഇത് നല്ല മീറ്റുള്ളൊരു സാധനമായിട്ട്. പ്രോട്ടീനാണ്, ഹെൽത്തിയാണ്, ബാക്ക് ഇട്ടിട്ടൊന്നും ഉണ്ടാകത്തില്ലെന്ന് ചേച്ചി പറഞ്ഞു. ഞാനിപ്പോൾ തന്നെ ഒരു സ്കോർപ്പിയോൻ്റെ കൂട്ടൊക്കെ ഇരിക്കും. മസാജ് ഇറ്റ്സ് ഓക്കെ. ഇവിടെ വെളിയിൽ ഔട്ട്ഡോർ ഒക്കെ ഇവിടെ ഇരുന്ന് ഒരു മസാജൊക്കെ ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇനി ഇവിടെ എല്ലാം നമ്മുടെ പാർട്ടിയുടെ ചെങ്കൊടി മാറുന്നുണ്ട്. ഇവിടെ ഒരു കോക്ടെയിൽ ഷോപ്പ് ഗൈസ്. അത് നമ്മൾ പറയുന്ന രീതി കോക്ടെയിലൊക്കെ മിക്സ് ചെയ്ത് തരുമെന്നാണ് പറയുന്നത്. കോക്ടെയിൽ വിച്ച് വൺ? അങ്ങനെ നൈറ്റ് മാർക്കറ്റിലെ തെണ്ടലൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഗൈസ്. ഇനിയിപ്പോൾ നാളെ ബാന ഹിൽസ് ഇപ്പം ആ ഒരു പ്ലാനിലാണ് നിൽക്കുന്നത്. ചിലപ്പോൾ പ്ലാൻ ചേഞ്ച് ആവും. നമ്മുടെ ഡൂരിയൻ ഫ്രൂട്ട് ഇവിടെ ഉണ്ട്, കിങ് ഓഫ് ഫ്രൂട്ട്സ്. അത് ഹോട്ടൽസിലൊന്നും കൊണ്ടുപോകലെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്കിത് ഇവിടെ കൊണ്ട് ചെയ്യാം.
നാളെ പുതിയൊരു വ്ളോഗുമായിട്ട് കാണാം. കീപ് സപ്പോർട്ടിങ് റോബിക്കറ്റ്.